വയനാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം അങ്ങനെ ഇരമ്പുകയാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ പോലെ കണ്ട അതേ പ്രതിഷേധമാണ് പലയിടങ്ങളിലായി കാണുന്നത്. ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ പ്രതിഷേധക്കാരുമായിട്ടൊക്കെ തന്നെ അവരെ അന്വയിപ്പിക്കാനും വേണ്ട ആവശ്യങ്ങൾ സർക്കാർ ശ്രദ്ധയിലേക്കൊക്കെ പെടുത്താനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടായി. ആ യോഗത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞത് ചില വാഗ്ദാനങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മരിച്ച പോളിൻ്റെ കുടുംബത്തിന് ധനസഹായം 11 ലക്ഷം രൂപ അടിയന്തരമായി നൽകും. ഭാര്യയ്ക്ക് ജോലി നൽകാനുള്ള നടപടികളിലേക്ക്, ഒപ്പം കുട്ടിയുടെ പഠന ചെലവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അതിലൊക്കെ തന്നെ ഉറപ്പ് പറയുന്നു. പക്ഷേ ആ ഉറപ്പല്ല വേണ്ടത്, രേഖാമൂലമുള്ള മറുപടിയാണ് വേണ്ടത് എന്നാണ് പോളിൻ്റെ കുടുംബവും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. പുൽപ്പള്ളി ടൗണിലാണ് വലിയ പ്രതിഷേധവുമായി ആളുകൾ അണിനിരുന്നത്. കടുത്ത പ്രതിഷേധം വനംവകുപ്പിനെതിരെ കാണുന്നതും കണ്ടു. പ്രതിഷേധം അങ്ങനെ വിവിധ ഇടങ്ങളിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പുൽപ്പള്ളിയിൽ കാണാൻ കഴിയുന്നത്. പ്രതിഷേധം അങ്ങനെ ഇരമ്പുന്നു. ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം NCPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശിവരാമൻ CM തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ശിവരാമൻ, നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ടി സിദ്ദീഖ് MLA പറഞ്ഞത് ഈ വനം വകുപ്പ് തികഞ്ഞ പരാജയമെന്നാണ്. അത് ടി സിദ്ദീഖിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റിവെച്ചാൽ കൂടിയും അവിടുത്തെ ജനങ്ങൾ, ഈ തെരുവിലേക്ക് ഇറങ്ങുന്നവരൊക്കെ പറയുന്നത് വനം വകുപ്പ് മന്ത്രിയെ കുറിച്ചാണ്. ഈ വനം വകുപ്പ് മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള ആളാണ്. അവിടേക്ക് ഒരു നിമിഷമെങ്കിലും തിരിഞ്ഞു നോക്കിയോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ കലുഷിതമായിട്ടുള്ള ദുരന്തത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമല്ലേ, വാസ്തവമുള്ള കാര്യമല്ലേ ശ്രീ ശിവരാമൻ? അത് വയനാട്ടിൽ എന്തായാലും വളരെ ദുഃഖകരമായ സ്ഥിതിയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത്. ആ ദുഃഖകരമായ സ്ഥിതിയിൽ വയനാട് ജനം ഒന്നടക്കം, അതുകൊണ്ടാണ് LDFും പിന്നെ ഹർത്താലിൽ പങ്കെടുത്തുകൊണ്ട് തീരുമാനമെടുത്തത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇതിന് ശേഷമുള്ള തീരുമാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം വയനാട്ടിൽ വരേണ്ടതായിരുന്നു, പക്ഷെ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായാലും അജീഷ് മരണപ്പെട്ട ദിവസം അവിടേക്ക് പോകാതിരിക്കുന്നതായിരുന്നു നല്ലത്. അത് ശരിയാണ്. അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞു? ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായി. ആ അജീഷിന്റെ മരണത്തിന് ശേഷം എത്ര ദിവസം എന്നുള്ളതും അതിനപ്പുറത്തേക്ക് ഈ തണ്ണീർക്കൊമ്പൻ വരുന്ന സമയം, അതിനു മുമ്പ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. നേരിട്ട് അധിക ദൂരമൊന്നുമില്ല, സ്വന്തം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം വലിയ ദൂരമൊന്നുമില്ലല്ലോ. പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് അന്വേഷിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഗുരുതരമായ പിഴവ് ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലേ? അസംബ്ലി നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാതിരുന്നത്. അവിടെ അന്ന് ആ ദിവസങ്ങളിൽ അസംബ്ലി ആയിരുന്നു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിനെല്ലാം നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വരേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രി യോഗം വിളിച്ചതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ചൊവ്വാഴ്ച വന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തിയിരുന്നു. പിന്നെ അതിന് ചർച്ചയിൽ തന്നെ 2 RRTയും ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും എല്ലാം മന്ത്രി അന്ന് തന്നെ ഉദ്യോഗസ്ഥലത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥലത്തിൽ കൊടുത്തത്, ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീ ശിവരാമൻ, ഉദ്യോഗസ്ഥലത്തിൽ കൊടുത്തതിന്റെ ഫലമാണ് നമ്മൾ കണ്ടത്. തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ അല്ലല്ല ശ്രീ ശിവരാമൻ, ഈ ഉദ്യോഗസ്ഥലത്തിൽ മാത്രം കൊടുത്ത് മോണിറ്റർ ചെയ്യാത്തതിന്റെ പരിണിത ഫലമാണ് നമ്മൾ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ കണ്ടത്. കാരണം ഈ ശ്രീ ശിവരാമൻ കേൾക്കാമെങ്കിൽ, കാരണം കർണാടക സർക്കാരുമായി ഏകോപിപ്പിച്ച് സിഗ്നലും ഈ റിസീവറും അതിന്റെ അനുബന്ധ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തേടുന്ന കാര്യത്തിൽ ഒരു ജില്ലാതല ചർച്ച മാത്രം നടത്തി അവിടെ കൈയൊഴിഞ്ഞ് അതോടുകൂടി അത് അവസാനിപ്പിച്ചു. ഒരു മോണിറ്ററിങ്ങിലും ഉണ്ടായില്ല. അന്നത് ചെയ്തിരുന്നെങ്കിൽ, കൃത്യമായ ഇടപെടൽ ഈ 2 സംസ്ഥാനങ്ങളും നടത്തിയിരുന്നെങ്കിൽ ഇതിന്റെ തുടക്കം പോലും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ മന്ത്രി കാര്യങ്ങൾ നേർച്ച പോക്കുകയല്ലേ? മന്ത്രി കൃത്യമായി ഇടപെടുന്നില്ല. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയം മാത്രമാണോ ശ്രീ ശിവരാമൻ? അതെ, ഇടപെടുന്നില്ല എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയപരമാണ്. വരാത്ത കാര്യമല്ല, ഇടപെടുന്നില്ല എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 72-ലെ വന നിയമപ്രകാരം വനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റാണ്. ഇവിടെ ഒരു MP ഉണ്ട്. ആ MP ഇന്ന് വരെ അതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ MPക്ക് കഴിയില്ലേ? MP അതിനുവേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകി എപ്പോൾ പറഞ്ഞാലും പറയും. എന്ത് കാര്യങ്ങൾ വന്നാലും മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുകയും മന്ത്രിയെ വിളിക്കലുമാണ് ഒരു MPയുടെ ജോലി. പാർലമെന്റിൽ അദ്ദേഹം ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ, അദ്ദേഹം ജാഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാതെ ഇരുന്നത്, അദ്ദേഹം ഈ 3, 4, 5 മരണം കഴിഞ്ഞു, അദ്ദേഹം വരണ്ടേ? ഒരു MP എന്ന നിലയിൽ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് തന്ന വാഗ്ദാനം, അദ്ദേഹം ജയിച്ചു പോയാൽ രാത്രി യാത്രാ നിരോധനം പിൻവലിക്കും,
അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജയിച്ചു പോയത്. രാത്രി യാത്രാ നിരോധനം പിൻവലിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ല. ഈ രാത്രി യാത്രാ നിരോധനം പിൻവലിച്ചാൽ തീർച്ചയായും ശ്രീ ശിവരാമൻ ഒരു കാര്യം കൂടി, കാരണം അത് കൃത്യമായി നമ്മൾ ചോദിച്ചു ടി സിദ്ദീഖിനോട്. അക്കാര്യം വളരെ ഗുരുതരമായ വിഷയമായി തന്നെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ലാഘവത്തോടെ കാണരുത് MP എന്ന് പറയുകയും ചെയ്തു, ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതിനുള്ള മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു. ശ്രീ ശിവരാമൻ, ഈ പാവപ്പെട്ട ജനതയെ നമുക്ക് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല. അവരുടെ വേദന നന്നായിട്ട് പല പല ക്യാമ്പയിനിലൂടെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അധികാരികളുടെ മുന്നിലേക്കൊക്കെ മാസങ്ങൾക്ക് മുൻപേ എത്തിച്ച യാഥാർത്ഥ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ, നമ്മുടെ വീടിന്റെ മുന്നിലേക്കൊരു നായയോ മറ്റേതെങ്കിലും ഒരു അദ്ദേഹത്തിലുള്ള ടെലിഫോൺ ബന്ധം കട്ടായി. എന്തായാലും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വരുമ്പോൾ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുക, വനം വകുപ്പ് കൂടുതൽ പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ഈ മുൾമുനയിലേക്ക്, ആരോപണ മുനയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പാവപ്പെട്ട ജനങ്ങളെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ശാശ്വതമായ പരിഹാരം അത് എത്രയും വേഗം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങളായി. അപ്പോഴേക്കും ഓരോ കുടുംബങ്ങളും അനാഥമായി പോകുന്നു എന്നത് ഇനിയെങ്കിലും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്.